നമസ്കാരം. ഇമാജിൻ ടിവിയുടെ ഓണാഘോഷത്തോടനുബന്ധിച്ചുള്ള വെറൈറ്റി പ്രോഗ്രാമുകളെ കുറിച്ചുള്ള ചർച്ചയാണ് ഇന്നത്തെ ബോർഡ് മീറ്റിംഗിൽ നമ്മൾ വെച്ചിരിക്കുന്നത്. ഇന്നത്തെ ബോർഡ് മീറ്റിംഗിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മുടെ ചെയർമാൻ ഫരീദ് ഖാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ആരും കണ്ടിട്ടില്ല എന്ന് എനിക്കറിയാം. നമ്മളൊക്കെ തുച്ഛമായ ഷെയറുകൾ കൊടുത്തപ്പോൾ ഏറ്റവും കൂടുതൽ ലക്ഷക്കണക്കിന് രൂപ ഷെയർ ഇട്ടത് ഫരീദ് ഖാനാണ്. അല്ല, പുള്ളി സ്മോൾ അടിക്കും. അപ്പൊ നമ്മുടെ ബോർഡ് മീറ്റിംഗിൽ ഇന്നത്തെ ചർച്ചയ്ക്ക് നമ്മൾ വയ്ക്കുന്നത് ഈ എല്ലാ ചാനലിലും വ്യത്യസ്തമായ പ്രോഗ്രാമുകളുണ്ട്. പക്ഷെ നമ്മുടെ ഈ ചാനൽ ഇമാജിൻ ചാനലിൽ ഏറ്റവും കൂടുതൽ വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ നമ്മൾ ഒരുക്കാൻ പോവുകയാണ്. അതിന്റെ ചർച്ചയ്ക്കാണ് ബോർഡ് മീറ്റിംഗിനായിട്ട് അദ്ദേഹം ഈ വിദേശ രാജ്യത്തിൽ നിന്നാണ് എത്തിയിരിക്കുന്നത്. അദ്ദേഹം നമുക്കൊന്ന് ആരും പരിചയപ്പെട്ടിട്ടില്ല, ഒന്ന് ഈ മീറ്റിംഗിലേക്ക് ക്ഷണിക്കാം അല്ലേ? എനിക്കറിയാണോ? വേണ്ട, ഇനിയിപ്പോ വേണ്ട. ഉന്തിമരം കെട്ടിയിട്ടൊന്നും കാര്യമില്ല. ആദ്യമായിട്ടാ, ശീലമില്ല. ആര് പറഞ്ഞു എനിക്ക് ശീലമില്ലാന്ന്? ഞാൻ ഇതിനേക്കാൾ നല്ല കസേരയിലിരിക്കുന്ന ആളാണ്. ഇതെന്താണ് ഈ കുസിന് ഇങ്ങനെ തെന്നി പോണേ? അത് പഞ്ഞേട്ടാ. കഞ്ഞിയാ? ആര്? അപ്പൊ നമ്മളിവിടെ കൂടിയിരിക്കുന്ന എന്തിനാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണെന്നാണ് എൻ്റെ വിശ്വാസം. അതായത് നമ്മുടെ ചാനൽ എന്ന് പറഞ്ഞാൽ ഇമാജിനേഷൻ ചാനൽ. ഇതിലെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പ്രോഗ്രാം കണ്ടു കഴിഞ്ഞാൽ ആളുകൾ വരക്കണമെങ്കിൽ ഒരു പണിയുണ്ട്. ഈ ഇക്കയുടെ ഭാര്യയുടെ ഒരു ഫോട്ടോ കാണിച്ചാൽ മതി. അതുകൊണ്ട് വേറൊരു ഗുണമുണ്ട്. വറക്ക മാത്രമല്ല, വെറുക്കുകയും ചെയ്യും ആൾക്കാർ. കണ്ടിട്ടുണ്ടോ നമ്മുടെ കുട്ടികളെ? എന്തിന് കാണണം? ഈ മോന്താണ്ട് അറിയാൻ പാടില്ല എങ്ങനെ ഉണ്ടാവുന്നത്. അതെ, ഞാൻ ഇയാളെ കൂട്ടാൻ നേരത്തും പറഞ്ഞ ഇയാൾ കൂട്ടിയ വലിയ ബയ്യാബേലിയൊന്നും ഇവന്റെ ഷെയർ താനല്ലോ എന്നെ ചതിച്ചത്. നിങ്ങളല്ലേ എന്നെ ചതിച്ചത്? നിങ്ങൾക്കറിയോ? പറയുമ്പോ എന്താ അനാവശ്യം പറയാലോ? മീറ്റിംഗ് അല്ലേ, പറയാലോ. ഷെയർ എടുക്കാണ്ടെന്ന് ചോദിച്ചുകൊണ്ട് തോമ്പടി ജംഗ്ഷനിൽ ഞാൻ വെറുതെ നിൽക്കായിരുന്നു. എന്നോട് ഇയാൾ പറഞ്ഞു ഷെയർ എടുക്കാമെന്ന്. ഞാൻ ചാടി വീണു. പിന്നീടല്ലേ എനിക്ക് മനസ്സിലായത് ചാനലിന്റെ ഷെയറാണ്. ഞാൻ വിചാരിച്ചു സ്മോളിന്റെ ഷെയറാണ്. കള്ളൻ, ദുഷ്മൻ, കള്ളൂടിയ. ഞാൻ നിന്നെ മാറ്റാൻ എല്ലാ പരിപാടിയും ചെയ്യും, നോക്കോടാ. അതെ, ഒന്നും വിചാരിക്കരുത്. ചാനലിന് കണ്ണു കിട്ടാണ്ടിരിക്കാൻ വേണ്ടി വെച്ചിരിക്കണം. അതൊക്കെ പോട്ടെ, നമുക്ക് ഈ പ്രാവശ്യം ഓണത്തിന് വെറൈറ്റി ആയിട്ട് ഓണത്തിന് എല്ലാ പ്രാവശ്യവും മാവേലി, ഭരണ്, പൂക്കൾ ഇടുന്നു. ഇതൊക്കെ ഭയങ്കര ക്ലീശ ആയിട്ടിരിക്കുന്നത്. നമുക്ക് ഈ ഓണത്തിന് വെറൈറ്റി ആയിട്ട് മാവേലിനെ മാറ്റിയിട്ട് പപ്പാലിനെ കൊണ്ടാലാ. ക്രിസ്മസ് മപ്പാനി. അപ്പൊ പിന്നെ ക്രിസ്മസിന് എന്ത് ചെയ്യും? ക്രിസ്മസിന് നമുക്ക് മാവേലിനെ വിട്ടുകൊടുക്കാം. കാരണം ഒരു പാലോടുമ്പോ അങ്ങോട്ടും കൂടും വേണമല്ല, അല്ലെങ്കിൽ പിന്നെ അവർക്ക് പിണക്കാവൂലേ? ഇതാണ് സാർ പറഞ്ഞ വെറൈറ്റി പ്രോഗ്രാമുകൾ. എന്ത് നല്ല വെറൈറ്റി പ്രോഗ്രാമിന് എന്ത് ചെയ്യും? ഈ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഈ തിരുവാതിര കളി വേണ്ട. അത് വേണ്ടെന്ന് പറഞ്ഞ വേറെ ഒന്നും ആയിട്ടല്ലേ, ഇത് എപ്പോഴും ഇത് തന്നെയല്ലേ സാർ? ഓണത്തിന് തിരുവാതിര കളിയല്ലേ വേണ്ടത്? പകരം വെറൈറ്റി നമ്മുടെ ചാനലില് ഒപ്പന. അതെ, നമ്മൾ ഈ പരിപാടി തുടങ്ങിയിട്ടില്ല, തുടങ്ങിയിട്ട് സ്പോൺസർ ചെയ്താ പോരെ? അതെ, എന്റെ അഭിപ്രായം പറഞ്ഞാൽ ഈ ചാനലിൽ ഒപ്പന വേണ്ട. ഈ ചാനൽ പറ്റില്ല. എന്റെ ഒപ്പന അടുത്താല് ഒരു മിനിറ്റ്, അദ്ദേഹം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. മലബാറിന്റെ സാഹിത്യ ലോകത്തെ അവിസ്മരിക്കുന്ന ഒപ്പന എന്ന് പറയുന്ന ക്രിഗേദീയമായ ബാഷ്പങ്ങളെ അവിസ്മരിച്ച് അതിൽ നിന്നും കൈകൊട്ടുന്ന പ്രകേന്ദ്രിയമാണ് ഒപ്പന. അല്ലാതെ മോനെ ഒരു താക്കോല് കൊടുത്തടാ. താക്കോല് എവിടെ തന്നേ? അതാണ് ഒപ്പന. ഇയാളാണ് സാഹിത്യകാരൻ. ഇടക്കിടക്ക് ഉണ്ടാവും ഇങ്ങനെ ഷെയർ കൊടുത്തോ നമുക്കറിയില്ല. ആ, അപ്പൊ ഞാൻ പറയാം, ഒപ്പന വേണ്ടെന്ന് നീ അങ്ങനെ പറയണ്ട. നിന്നെ നോട്ട് ചെയ്ത് ഈ ചാനലിൽ ഏറ്റവും കൂടുതൽ പൈസ പൊടിക്കാൻ ഞാനാ. മിണ്ടല്ലേ, ഈ ചാനലിൽ ഏറ്റവും കൂടുതൽ പൈസ മുടക്കിയിരിക്കണം ഞാനാണ്. എന്റെ വാക്കിന് വില ഉണ്ടാവൂലോ എന്ന് എനിക്കറിയണല്ലോ. നിങ്ങൾ വേണ്ടെന്ന് പറയണ്ടല്ലോ. ആദ്യം ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്ക്. ഇങ്ങനെ കൈവച്ച എന്റെ മുഖത്തല്ല, നിങ്ങൾക്കില്ല ഒരു മോന്ത, അവിടെ കൈവയ്ക്ക്. ഒന്ന് ഇമാജിൻ ചെയ്ത് മാവേലി ഒപ്പന എങ്ങനെ ഉണ്ടാവും? കുടയുണ്ടല്ലോ, കൊണ്ടാറ് വയറുണ്ടല്ലോ, കസവിന്റെ മുണ്ടങ്ങട് കീറി താറുടുത്തവനെ, തലയിൽ തൊപ്പി വെച്ചവനെ, പനയോല കുടയുണ്ടല്ലോ, പണ്ടാറ് വയറുണ്ടല്ലോ, കസവിന്റെ മുണ്ടങ്ങട് കീറി താറുടുത്തവനെ, തലയിൽ തൊപ്പി വെച്ചവനെ, ചുണ്ടൻ വള്ളത്തിന്റെ ചേലിൽ കൊമ്പൻ മീശ പിരിച്ച് വെച്ചോളി, ചുണ്ട
കുട്ടൻ വള്ളത്തിന്റെ ചേലിൽ കൊമ്പൻ മീശ വീരിച്ച് വെച്ചോളി അരയില്ലരപ്പട്ട കെട്ടി മുക്കു പണ്ടങ്ങൾ വാരി അണിഞ്ഞ് അരയില്ലരപ്പട്ട കെട്ടി മുക്കു പണ്ടങ്ങൾ വാരി അണിഞ്ഞ് വാമനന്റെ ചവിട്ടുകൊണ്ട് നാടുവിട്ട ചേട്ടൻ പാതാളത്തിൽ നിന്നും ഇതാ ഓണനാളിലെത്തി പനയോല കുടയുണ്ടല്ലോ പണ്ടാറ വയറുണ്ടല്ലോ കസവിന്റെ മുണ്ടങ്ങട് കീറി താറുടുത്തവനെ തലയിൽ തൊപ്പി വെച്ചവനെ ഒപ്പന വേണം. ഒപ്പനയുടെ ഫുൾ വേണ്ട, ഓ വേണ്ട, പന മതി. പന എടുക്കാം, നല്ല സ്വയംഭന പന. ആ ഓ വേണ്ടെന്നാണോ ഞാൻ പറഞ്ഞേ. നമുക്ക് ഈ ഓണത്തിന് സ്പെഷ്യലായിട്ട് രാഷ്ട്രീയ നേതാക്കളെ വെച്ചൊരു പ്രോഗ്രാം നടത്തിയാലോ? അതിന് നമ്മൾ കൊല്ലക്കാരെ കുറിച്ചൊരു പ്രോഗ്രാം നടത്തണ്ടല്ലോ. രണ്ടും ഒരേ സൈസ് വേണ്ട, ഒരു ചാനൽ വേണ്ട, അതിന്റെ ആവശ്യമില്ല. ഇനിയിപ്പോ വാർത്തയുടെ വായിക്കാനുള്ള ഒരാളുടെ ആരും അന്വേഷിക്കണ്ട, ഞാനാണ് വാർത്ത വായിക്കുന്നത്. മോനെ, ഞാൻ നിന്നോട് ഒരു കാര്യം പറയാം. വാർത്ത വായിക്കാനുള്ള മുഖശേപ്പ് നിനക്കുണ്ട്, പക്ഷെ അതിനുള്ള അക്ഷരസ്ഫുടത ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. അത് ശരിയാ. മാത്രല്ല വാർത്ത വായിക്കാൻ ഇയാൾ റെഡിയാ, പക്ഷെ ഇയാൾ വായിക്കുന്ന വാർത്ത കേൾക്കാൻ ആൾക്കാർ റെഡി അല്ലല്ലോ. ആദ്യം വലിയ തമാശക്കാരനൊന്നും ആവില്ല. അതെ, വാർത്ത വായിക്കാൻ വേണ്ടി ഇങ്ങനെ ആളുകൾ അന്വേഷിച്ച് കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അതിന് പറ്റിയ ഒരാൾ ഇവിടെ ഉണ്ട്. വെറുതെ വെണ്ണ കയ്യിൽ വെച്ച് നെയ്ക്കലേണ്ട കാര്യമില്ല. നെയ്യും വെണ്ണയൊന്നും വായിക്കൂല. ഞാൻ ഉണ്ടല്ലോ, ഞാൻ വായിച്ചാൽ എന്താ കുഴപ്പം? അല്ല, നിക്ക് ഞാൻ വായിച്ചാൽ എന്താ കുഴപ്പം? സാഹിത്യാരും പറയട്ടെ. വാർത്ത എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. അതിന് നിങ്ങൾ ആരും പറഞ്ഞാൽ മനസ്സിലാവില്ല. ലളിതമായിട്ട് ഞാൻ തന്നെ പറഞ്ഞു കൊടുക്കാം. കടലുണ്ടി എന്ന് പറയുന്ന സ്ഥലത്ത് തിവണ്ടി എന്ന് പറയുന്ന അവിസ്മരണമായ കിടാതം വെള്ളം നമ്മൾ അബദ്ധത്തിൽ പറഞ്ഞു. താക്കോല് കൊടുക്കുമ്പോൾ അറിയാണ്ട് പറഞ്ഞു നിർത്തി. ആദ്യം പ്രോഗ്രാം തുടങ്ങട്ടെ, അതിനു മുമ്പ് താൻ സ്പോൺസർ ചെയ്യണം. ഒരു മിനിറ്റ്. എന്താണ്? അല്ല, താൻ എല്ലാത്തിനും സ്പോൺസർ ചെയ്യുന്നുണ്ടല്ലോ, എനിക്കൊരു പൈൻ സ്പോൺസർ ചെയ്യാൻ പറ്റുമോ? അതെ, നിർത്തിക്ക്. നിങ്ങളൊക്കെ മിണ്ടാണ്ടിട്ട് ഞാൻ വാർത്ത വായിച്ചാൽ എന്താ കുഴപ്പം? വാർത്ത വെച്ചാൽ പറ്റില്ല. അതെ, ഈ ചാനലിൽ ഏറ്റവും കൂടുതൽ ഷെയർ ഇട്ടിരിക്കുന്ന ഞാനാണ്ടാ. എന്നാ ഒരു 50 രൂപ ഷെയർ ഞാൻ താനോട്. എന്ത് ഷെയർ? ആദ്യം ഒരു കയറ് മേടിച്ചിട്ട് നിന്നെ വരിഞ്ഞു മുറിച്ച് കൊല്ലുക ചെയ്യേണ്ടത്. പിന്നെ അവസാനം എനിക്ക് കയറ് വേണ്ടി വരുമെന്ന് തോന്നുന്നു. വാർത്ത വായിക്കാൻ പറ്റില്ല, ഞങ്ങൾ സമ്മതിക്കില്ല. അതെ, അങ്ങനെയൊന്നും നീ ബലം പിടിക്കുമെന്ന്. ഞാൻ എന്റെ ഷെയർ പിൻവലിക്കും. എന്റെ കിക്കൊന്നും വാർത്ത വായിച്ചാൽ ശരിയാവില്ല. ആണുങ്ങൾ വായിക്കും, നോക്ക്. നമസ്കാരം. ഓണം സ്പെഷ്യൽ ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ബൈക്ക് കിട്ടാത്തത് കൊണ്ട് ബുള്ളറ്റിൽ വന്നാണ് ഇന്നത്തെ ബുള്ളറ്റിൻ വായിക്കുന്നത് എന്ന പ്രത്യേകത ഇന്നത്തെ വാർത്തയ്ക്കുണ്ട്. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങൾ. ഓണം കേരളത്തിൽ പൊടിപൊടിക്കുന്നു. കേരളത്തിലെ ഓണം അടുത്ത വർഷം മുതൽ സുരക്ഷാ കാരണങ്ങളാൽ തീവ്രവാദ ഭീഷണി പശ്ചാത്തലത്തിൽ ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ നടത്താൻ ഓണാഘോഷ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ അർത്തുങ്കൽ പള്ളിയിലെ പെരുന്നാൾ അടുത്ത വർഷം ബൊളീവിയയിലുള്ള ബിൻ ജെയിൻസ് ഒറൂസോയി എന്ന സ്ഥലത്ത് വെച്ച് നടത്താൻ തീരുമാനമായി. ആലുവ ശിവരാത്രി മണപ്പുറത്ത് നിന്നും സൈപ്രസ് ബീച്ചിലേക്ക് മാറ്റാൻ തീരുമാനമായിട്ടുണ്ട്. ഓണത്തോടനുബന്ധിച്ച് നടക്കുന്ന ജലോത്സവം അടുത്ത വർഷം മുതൽ പുന്നമട കായലിൽ നിന്നും നയാഗ്ര ഒഴുക്ക് കുറഞ്ഞ ഭാഗത്ത് വെച്ച് നടത്താൻ തീരുമാനമായിട്ടുണ്ട്. വള്ളങ്ങൾ ഒഴുകിപ്പോവുകയോ അല്ലെങ്കിൽ വെള്ളം കുടിച്ച് വള്ളക്കാർ ചാവുകയോ എന്നുള്ള ചെറിയ കാരണങ്ങളില്ലാതെ സുരക്ഷകൾ പ്രശ്നമാകില്ല എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ടുകൾ. കേരളത്തിൽ ഓണം പൊടിപൊടിക്കുന്ന മറ്റൊരു വിഭാഗം കൂടിയുണ്ട്. ഇത് ജാതി മത വ്യത്യാസമില്ലാതെ, സമ്പന്ന ദരിദ്ര വ്യത്യാസമില്ലാതെ ഓണം ആഘോഷിക്കുന്ന ഒരു സ്ഥലത്ത് നിന്നും ഇത് ഓണം സ്പെഷ്യൽ ആരംഭിക്കുകയാണ്. കേരള സ്റ്റേറ്റ് ബിവറേജ് കോർപ്പറേഷൻ മുമ്പിലാണ് ഞങ്ങളുടെ റിപ്പോർട്ടർ ഇപ്പോൾ മുകേഷ് ലൈനിലുള്ളത്. ഹലോ മുകേഷ്, താങ്കൾ ലൈനിലുണ്ടോ? മുകേഷ്, എന്തൊക്കെയാണ് അവിടെ നടക്കുന്ന സംഭവ വികാസങ്ങൾ? അവിടെ ഇപ്പോൾ ഒരുപാട് ആൾത്തിരക്കുണ്ടോ, അല്ലെങ്കിൽ ആൾക്കാർ മദ്യം വാങ്ങാതെ പോകുന്നുണ്ടോ? വാങ്ങുന്ന മദ്യത്തിന് അളവുകൾ എന്തെല്ലാമാണ്? ക്വാർട്ടറും പൈൻറ്റും ഫുള്ളും വാങ്ങുന്നുണ്ടോ? എന്തൊക്കെയാണ് അവിടെ നടക്കുന്ന സംഭവ വികാസങ്ങൾ? നിതീഷ്, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ബീവറേജ് ക്യൂവിൻ്റെ എൻഡിലാണ്. ഏകദേശം 3 കിലോമീറ്റർ ദൈർഘ്യമുള്ള ക്യൂ ആണ് ഇപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ ഓണത്തിനേക്കാളും വളരെ ശക്തമായിട്ടുള്ള ക്യൂ ആണ് ഇവിടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ക്യൂ നിയന്ത്രിക്കാൻ പറ്റാത്തതുകൊണ്ട് മൈക്കിലൂടെയാണ് ശരിക്കും അനൗൺസ്മെന്റ് കൊടുത്ത് ഓരോ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരറിയിപ്പ്. പച്ചാളത്ത് നിന്നും പൈന്റ് വാങ്ങാൻ വന്നിട്ടുള്ള പരിപ്പ് പൗലോസിന്റെ പിതാവ് മരണപ്പെട്ട വിവരം വ്യസന സമേതം അറിയിക്കുന്നു. ആയതിനാൽ
ഒരു പൈന്റിന്റെ കൂടെ 6 ഫുള്ള് കൂടി വാങ്ങണമെന്ന് ബന്ധുമിത്രാദികൾ പ്രത്യേകം അറിയിക്കുന്നു. കുടിയന്മാർ ആരും തിരക്ക് കൂട്ടാൻ പാടില്ല. മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് വേണം നമ്മൾ ക്യൂവിൽ നിൽക്കേണ്ടത്. കേരളത്തിലെ സർക്കാർ ഖജനാവിലേക്ക് ഏറ്റവും കൂടുതൽ വരുമാനം നൽകുന്നത് കുടിയന്മാരാണ്. ഓണം ക്രിസ്മസ് സീസണുകളിൽ ഒരുപാട് വരുമാനം കുടിയന്മാർ നൽകുന്നുണ്ടെങ്കിലും കുടിയന്മാരെ വേണ്ടവണ്ണം സർക്കാർ പരിഗണിക്കുന്നില്ല എന്നൊരു പരാതി നിലവിലുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ ഓൾ കേരള കുടിയൻസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഫുള്ളി ലൈജു ഇപ്പോൾ സ്റ്റുഡിയോയിലുണ്ട്. പറയൂ ലൈജു, എന്തൊക്കെയാണ് നിങ്ങൾ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ? അല്ല, എനിക്ക് വേറെ ഒരുപാട് കാര്യങ്ങളൊന്നും പറയാനില്ല. മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ സർക്കാരിനോടാണ്. സർക്കാർ ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ട കുടിയന്മാരോടുള്ള അവഗണന ആദ്യം നിർത്തണം. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ, കഴിഞ്ഞ വർഷം തിരുവോണത്തിന് ബിവറേജ് കോർപ്പറേഷനിലൂടെ പാവപ്പെട്ട ഞങ്ങൾ കുടിയന്മാർ എത്ര കോടി രൂപയാണ് സർക്കാരിന് എണ്ണിക്കൊടുത്തത്? എന്നിട്ട് ഞങ്ങൾ മൈൻഡ് ചെയ്യുന്നുണ്ടോ? അതൊക്കെ ഞങ്ങൾ മറക്കാം, ക്ഷമിക്കാം, അതൊക്കെ പോട്ടെ. പക്ഷേ എനിക്ക് പറയാനുള്ളത്, നമ്മളൊരു 1-2 അടിച്ചിട്ട് ആർക്കും ശല്യം ഉണ്ടാക്കാതെ കടത്തിനെ മാറിക്കിടന്ന് ഉറങ്ങുമ്പം പൊതുനിരത്തിൽ കൂടി പോകുന്ന ജനങ്ങൾ ഞങ്ങളെ നോക്കി എന്നാ വൃത്തികെട്ട വാക്കുകളൊക്കെ വിളിക്കണമെന്നറിയോ? മദ്യപാനി, കാടൻപാമ്പ്, മലമ്പാമ്പ്, ടാങ്ക്. എൻ്റെ മക്കളൊക്കെ പോകുമ്പം നാട്ടുകാർ പറയാ കുടിയൻ്റെ മോനെ എന്ന് സഹിക്കോ? ലൈജു, ഞാൻ ഇടപെടുകയാണ്. സത്യത്തിലൊരു ധാരാളം മദ്യം കഴിക്കുന്ന ഒരാളെ കുടിയ എന്നുള്ള ഒരു പദമാണ് മലയാളത്തിൽ നിലവിലുള്ളത്. മറ്റ് എന്ത് രീതിയിൽ വിളിക്കണമെന്നാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത്? ഞങ്ങൾ ആനയെ അമ്പാരിയിട്ട് എഴുന്നള്ളിക്കണമെന്നൊന്നും നമ്മൾ പറയില്ല. നമുക്ക് അല്പം സ്നേഹം തരണം പൊതുജനങ്ങൾ. കുറച്ച് ചുരുങ്ങിയൊരു വാക്ക് മദ്യപാന സ്നേഹി എന്നെങ്കിലും ഒന്ന് അവർക്കൊന്ന് വിളിച്ചുകൂടെ? മറ്റെന്തൊക്കെയാണ് നിങ്ങളുടെ ആവശ്യം? വേറെ ആവശ്യങ്ങളൊന്നുമില്ല. ഞങ്ങൾക്ക് എടുത്താൽ പോകുന്ന 1-2 കാര്യങ്ങൾ മാത്രമേ സർക്കാരിനോട് പറയുള്ളൂ. ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഇൻഷുറൻസ് ഏർപ്പെടുത്തണം. എന്ത് തരത്തിലുള്ള ഇൻഷുറൻസ്? LIC എന്ന് പറയുന്നത് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, അതാണോ? അല്ല, ലിവർ ഇൻഷുറൻസ് ഓഫ് ഇന്ത്യ. അല്ല, ലിവറും LIC തമ്മിൽ എന്താണ് ബന്ധം? മെയിൻ ബന്ധമുണ്ട്, ഭയങ്കര ബന്ധമല്ലേ. ലിവർ ആണല്ലോ ഒരു മനുഷ്യന്റെ ലൈഫ്. ലിവർ പോയാൽ ലൈഫ് പോയില്ലേ? ലൈജു, ഒരുപാട് നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. താങ്കൾ വലിക്കുമോ? വലിക്കും. ഏത് ബ്രാൻഡാണ് താങ്കൾ വലിക്കുന്നത്? കൈവണ്ടി വലിക്കുന്നതിന് ആരാ ബ്രാൻഡ് നോക്കുന്നത്? ഞാൻ കൈവണ്ടി അല്ല ഉദ്ദേശിച്ചത്. താങ്കൾ സിഗരറ്റ് വലിക്കുമോ? സിഗരറ്റ് വലിക്കും. താങ്കൾ കുടിക്കുമോ? കുടിക്കും. കണ്ടറിഞ്ഞൂടെ കുടിക്കുമെന്ന്? താങ്കൾ വിളിക്കുമോ? എന്നത്തിനാ? വലിക്കാൻ നേരത്തും കുടിക്കാൻ നേരത്തും കമ്പനിക്ക് ആൾ വേണം. അത് ഇന്ന് മാത്രമല്ല, എന്നത്തെയും കേരളത്തിലെ സംഭവ വികാസങ്ങളിൽ ഒന്നാണ്. ഒരു കമ്പനിക്ക് വിളിക്കുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. പിന്നെ സ്മോൾ ബ്രേക്ക്. സോറി, സ്മോൾ അല്ല, ഇതൊരു ഫുൾ ഉണ്ട്, അതുകൊണ്ട് ലാർജ് ബ്രേക്ക്. എക്സ്ക്യൂസ് മീ, മാഡത്തിന്റെ മോണയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മാഡത്തിന്റെ ടൂത്ത് പേസ്റ്റ് ഉപ്പുണ്ടോ, മുളകുണ്ടോ? എന്നാ പിടിച്ചോ. NITT നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തെഫ്റ്റ് ടെക്നോളജി. എല്ലാ മേഖലകളിലും സാമ്പത്തിക മാന്ദ്യം ബാധിച്ചിട്ടുണ്ട്, എന്നാൽ ഞങ്ങളുടെ മേഖലയിൽ മാത്രം സാമ്പത്തിക മാന്ദ്യം ബാധിച്ചിട്ടില്ല. NITT നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തെഫ്റ്റ് ടെക്നോളജി വിദഗ്ധരായ കള്ളന്മാരെ വാർത്തെടുക്കുന്ന കേരളത്തിലെ ഏക സ്ഥാപനം. തൊഴിൽ സാധ്യത 100% പ്ലേസ്മെന്റ്. യോഗ്യത 8ാം ക്ലാസും ഗുസ്തിയും. NITT നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തെഫ്റ്റ് ടെക്നോളജി.